ചൂടത്ത് മോരും വെള്ളവും സോഡാ സർവത്തും കരിക്കൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ചെയ്യാൻ പരിചയപ്പെടുത്തരാം. ഈ ചേട്ടൻ്റെയാണ് ഈ ഷോപ്പ്. ഇവിടെ ഒരു മോരും വെള്ളം ഇതൊക്കെ വീട്ടിൽ നിന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരുന്നത് നാടൻ മോരാണ്. വീട്ടിലല്ല, നമ്മുടെ അടുത്തുള്ള. ഈ വെയിലത്തൊക്കെ പോകുന്നവർക്ക് ഒരു ബെസ്റ്റ് സ്പോട്ടായത്. അതെ അതെ. സോഡ ഇറങ്ങുന്നവർ സോഡയും വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലേ? അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ, ആ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ചിലർക്ക് സോഡ വേണമെന്ന് പറയും, അപ്പോൾ നമ്മൾ സോഡ മോരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചിലർക്ക് സോഡ വേണ്ടി വരത്തില്ല, അപ്പോൾ അന്നേരം നമ്മൾ വെള്ളം കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ സോഡയാണ്. പിടിച്ചോ. തണുത്ത് ശരീരം ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം 2 തവണ എടുത്തവന് ഇത് ശരീരം തണുത്ത് ചൂടായിട്ട് വരുന്നവർക്ക് ശരീരം തണുക്കാനുള്ളൊരു ഇതുകൂടിയാണ് സംഭവം. അതാണല്ലോ ആൾക്കാർ പറയുന്നത്. തണുത്ത മോരുമ്പോൾ ഉദ്ദേശിച്ചാണ് വരുന്നത് ഇവിടെ മിക്കവരും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വെള്ളം വേണ്ടവർ തണുത്ത വെള്ളത്തിൽ കൊടുക്കും, അല്ലാത്തത് അത് ഓടയായിട്ട് കുടിച്ചപ്പോഴേ 2 ഇത് എടുത്തോളം തണുത്ത്. ഇത് നല്ല വെയിലല്ലേ ഇപ്പൊ? അതെ അതെ അതെ. ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ സോഡ സർബത്ത് കൊടുക്കുന്നുണ്ട്, സോഡ നാരങ്ങ കൊടുക്കുന്നുണ്ട്, പിന്നെ കൂടെ കരിക്ക്. അതെ, ഇത് നമ്മുടെ നാടൻ കരിക്കാണ്. നാടൻ കരിക്കാണ്. അപ്പോൾ അതിനും ആൾക്കാർ തിരക്ക് വരുന്നുണ്ട്. നാടൻ കരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് കരിക്ക് കൊണ്ടുത്തരും. പുറത്ത് നമ്മൾ നല്ല സുഹൃത്തുക്കളുണ്ട്, അവർ കൊണ്ടുത്തരും. അതനുസരിച്ച്. എത്ര ആളായിട്ടുണ്ട് ഈ കട വിട്ടിട്ട്? ഞാൻ അധികം നാളായാലും കൂടി 2-3 മാസം, 2 മാസമായി, 2-3 മാസം പറയാം. അടുത്ത ഫേമസ് ആയിട്ട് സ്ഥലമാണിത്. അടുത്ത വെറൈറ്റി സ്പോട്ടാണ്. കാരണം നല്ലൊരു ഇതുണ്ട്. ഇത് മായത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചേർത്തല താലൂക്കിലെ മായത്തറ എന്ന് പറഞ്ഞ സ്ഥലം. മായത്തറ ജംഗ്ഷനായിരുന്നു. മായത്തറ മാർക്കറ്റ് പറയുന്നത്. നേരത്തെ മാർക്കറ്റൊക്കെ നല്ല ഇതായിരുന്നു. ഇപ്പോൾ മാർക്കറ്റായിട്ട് മീൻ ഇതായിട്ടില്ല. മീനിൻ്റെ പരിപാടിയൊക്കെ കുറവാണ്. ഒരു സർവത്തും കൂടെ എടുക്കണം. ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി നമ്മൾ ചതച്ചരച്ചിട്ട് അതുകൂടെ ചേർക്കുന്നുണ്ട്. അതൊരു വെറൈറ്റി ആണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്കതൊരു വെറൈറ്റി പോലെ നമ്മൾ തോന്നും. പിന്നെ ഇത് കസ്കസ്, പിന്നെ ഒരു പച്ചമുളക് നമ്മൾ ലേശം ചേർക്കുന്നുണ്ട്, ഒരു എരിവ് കിട്ടാനേ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ ഓടിച്ചുകൊണ്ട് ഈ മോരുവെള്ളം കുടിച്ചപ്പോൾ എനിക്കൊരു ഇത് കിട്ടി, എനർജിയും കിട്ടി, ഒരു സുഖവും കിട്ടി. ഈ വെയിലെന്ന് അവിടം വരെ വന്നപ്പോഴേ
നമുക്കൊരു മോരുമള ചോദിക്കും. അപ്പോൾ ഇതിന് കുടിക്കുന്നതാണ്. എന്നെ ഇത് കുടിച്ചിട്ടൊന്ന് അഭിപ്രായം പറയുമോ? എന്നിപ്പോ എവിടുന്ന് വരുമോ? എവിടുന്ന് വരുമോ? വണ്ടിയിലെ കാറില്ല. ഈ ബൈക്കിൽ വന്ന് വെയിലത്തിതായിട്ടല്ലേ കയറി കുടിക്കാൻ. ആ ഞാനിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഒന്ന് കുടിച്ചപ്പോൾ എനിക്ക് നല്ല തണുപ്പ് കിട്ടി. ഇനി ചേട്ടൻ കുടിച്ചൊരു അഭിപ്രായം. ശരീരമൊക്കെ ഒന്നും തണുത്തില്ലേ? പിന്നെ ഇപ്പൊ പൂച്ചാക്കിൽ നിന്ന് കുടുംബം ഓടിച്ചു വരുമല്ലേ? എന്നിട്ട് ഇവിടെ എത്തി കുടിച്ചപ്പോഴാ ഇത് അടുത്ത ആൾക്കാർ അറിയേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് അല്ലേ? സോഡാ സർവത്ത്, ബോര്, കരിക്കുണ്ട്. നാടൻ കരിക്കാണല്ലേ? ഇതിപ്പോ എവിടുന്ന് നിങ്ങളുടെ അവിടുന്ന് നമുക്ക് പരിചയമുള്ള ഒരു 1-2 വീടുകളുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് എടുത്തിരുന്നതാണ്. അപ്പോൾ എൻ്റെ ആശാനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആശാന് വയ്യാത്തതുകൊണ്ടാണ് ആശാൻ്റെ പരിചയമൊക്കെ നേരത്തെ എടുത്തുകൊണ്ടിരുന്നവർ എന്നെ വിളിച്ചിട്ട് ആശാനെ വിളിച്ചിട്ട് ആശാൻ എന്നെ വിളിച്ചിട്ട് നടത്തിയത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഏതാണ്? മോരിന് 25 രൂപ, സോഡാ മോര് 25 രൂപയും സർവത്ത് 20 രൂപ. സർവത്ത് വെള്ളം ചേർത്ത് 15. മോരിന് വെള്ളം ചേർത്ത് 20. കരിക്കിന് 60 രൂപ. ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇത്ര ഐറ്റംസേ ഉള്ളൂ നമുക്ക് ഇവിടെ. വെള്ളത്തിൻ്റെ ഇതേ ഉള്ളൂ. ഈ വെള്ളത്തിൻ്റെ തന്നെ ഈ മോര് തന്നെയാണ് അടിപൊളി സ്പോട്ട്. കാരണം ഇത്ര വെയിലത്ത് വരുന്നവർക്കൊരു അതെ ശരീരം ഒന്ന് തണുക്കാനും അല്ലേ ഒരു. ഈ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞ ഈ കറക്റ്റ് ലൊക്കേഷൻ. ഇത് ചേർത്തല താലൂക്കിലെ മായിത്തറ എന്ന് പറഞ്ഞ സ്ഥലം. മായിത്തറ ജംഗ്ഷനാണ്. മായിത്തറയിൽ ഇവർ പോകുന്നവരൊക്കെ മിസ് ചെയ്ത സ്പോട്ടാണ്. ഈ പോകുന്നവരൊക്കെ മസ്റ്റായിട്ട് കയറണം. കാരണം അത്ര അടിപൊളിയാണ്. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കും. ആ ഓക്കെ.